എല്ലാവർക്കും നമസ്കാരം. മീനു ടോക്കീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേരള സർക്കാരിന്റെ കീഴിൽ കേരള വനം വകുപ്പിലേക്ക് ഇപ്പോൾ ഫോറസ്റ്റ് വാച്ചർ തസ്തികയിലേക്ക് അപേക്ഷ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ജോലിയുടെ യോഗ്യതയും ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. കേരള സർക്കാരിന്റെ കീഴിൽ കേരള വനം വകുപ്പ് ഇപ്പോൾ ഫോറസ്റ്റ് വാച്ചർ പ്രത്യേക നിയമനമാണ് വിളിച്ചിരിക്കുന്നത്. കാറ്റഗറി നമ്പർ 206/2024 കേരള PSC വഴിയാണ് അപേക്ഷ വിളിച്ചിരിക്കുന്നത്. തസ്തികയുടെ പേര് ഫോറസ്റ്റ് വാച്ചറാണ്. ശമ്പളം ലഭിക്കുന്നത് 23,000 മുതൽ 50,200 രൂപ വരെയാണ്. ഒഴിവുകളുടെ എണ്ണം വരുന്നത് ജില്ലാ അടിസ്ഥാനത്തിലാണ്. കോഴിക്കോട് ഒരു വേക്കൻസിയാണ് വരുന്നത്, അതും കോഴിക്കോട് ജില്ലയിൽ നിന്നായിരിക്കും. നിയമന രീതി എങ്ങനെയാണെന്ന് നോക്കാം. വനത്തെ മാത്രം ആശ്രയിച്ച് ഉപജീവനം നടത്തുന്ന പുരുഷന്മാരായ പട്ടികവർഗ ആദിവാസികളിൽ നിന്നും നേരിട്ടുള്ള നിയമനമാണ് നടത്തുന്നത്. അതുപോലെ തന്നെ ഈ തസ്തികയിലേക്ക് പുരുഷന്മാർ മാത്രമേ അപേക്ഷിക്കാനായിട്ട് പാടുള്ളൂ. അതുപോലെ തന്നെ വനാശ്രിതരായ ആദിവാസി പട്ടികവർഗത്തിൽ പെടാത്ത ഉദ്യോഗാർത്ഥികൾ സമർപ്പിക്കുന്ന അപേക്ഷകൾ നിരസിക്കുന്നതായിരിക്കും. അങ്ങനെയുള്ളവർക്ക് അപേക്ഷ നിരസിച്ചുകൊണ്ടുള്ള ഒരു അറിയിപ്പും നൽകുന്നതല്ല. അതുപോലെ തന്നെ വികലാംഗർ ഈ ഉദ്യോഗത്തിന് അപേക്ഷിക്കാൻ അർഹരല്ല. പ്രായപരിധി നോക്കാം. 18 വയസ്സ് മുതൽ 50 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാനായിട്ട് കഴിയുന്നതാണ്. ഉദ്യോഗാർത്ഥികൾ 2/1/1974 1/1/2006 ഇടയ്ക്ക് ജനിച്ചവരായിരിക്കണം. ഇനി യോഗ്യത നോക്കാം. കോഴിക്കോട് ജില്ലയിലെ വനാതിർത്തിയിലോ വനത്തിലോ ഉള്ള ആദിവാസി സെറ്റിൽമെന്റുകളിൽ താമസിക്കുന്ന ആരോഗ്യവാന്മാരും സാക്ഷരരുമായ പുരുഷന്മാരായിരിക്കണം അപേക്ഷിക്കേണ്ടത്. അതുപോലെ തന്നെ തിരഞ്ഞെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഫോറസ്റ്റ് സ്കൂളിലോ അല്ലെങ്കിൽ ട്രെയിനിങ് സെന്ററിലോ 3 മാസത്തെ പരിശീലനം നൽകുന്നതായിരിക്കും. മുൻപ് താൽക്കാലികമായിട്ട് വനം വകുപ്പിൽ വാച്ചർ ആയിരുന്നവർക്ക് മുൻഗണന ലഭിക്കുന്നതായിരിക്കും. ഇനി എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത് നോക്കാം. കോഴിക്കോട് ജില്ലാ ഓഫീസറുടെ മേൽവിലാസത്തിൽ ഇതോടൊപ്പം നൽകിയിരിക്കുന്ന മാതൃകയിൽ വെള്ള പേപ്പറിൽ എഴുതി തയ്യാറാക്കിയതോ ടൈപ്പ് ചെയ്തതോ ആയ അപേക്ഷയാണ് അയക്കേണ്ടത്. അപേക്ഷാ ഫീസ് ഇല്ല. അപേക്ഷിക്കുന്ന കവറിന്റെ മുകളിൽ ഭാഗത്ത് നിങ്ങൾ എഴുതേണ്ടത് തസ്തികയുടെ പേര്, വകുപ്പിന്റെ പേര്, കാറ്റഗറി നമ്പർ എന്നിവയാണ് എഴുതേണ്ടത്. അതുപോലെ തന്നെ ഉദ്യോഗാർത്ഥിയുടെ പേരും മേൽവിലാസവും കവറിന്റെ ഇടതുവശത്തും അപേക്ഷ അയക്കേണ്ട വിലാസം വലതുവശത്തും എഴുതേണ്ടതാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അപേക്ഷയിൽ കാണിച്ചിട്ടുള്ള വിവരങ്ങളും അപേക്ഷയോടൊപ്പം സമർപ്പിച്ചിട്ടുള്ള സർട്ടിഫിക്കറ്റുകളും വ്യാജമാണെന്ന് പിന്നീട് തെളിയിക്കുന്ന പക്ഷം യാതൊരു മുന്നറിയിപ്പും കൂടാതെ തന്നെ നിയമന ശുപാർശ നിരുപാധികമായിട്ട് റദ്ദ് ചെയ്യുന്നതാണ്. അപ്പോൾ അപേക്ഷയുടെ മാതൃക എന്ന് പറയുന്നത് ഇതാണ്. ഇതുപോലെയാണ് നിങ്ങൾ അപേക്ഷ തയ്യാറാക്കി അയക്കേണ്ടത്. അതിൽ വരുന്ന തസ്തികയുടെ പേര് അറിയാലോ, ഫോറസ്റ്റ് വാച്ചറാണ്. കാറ്റഗറി നമ്പർ 206/2024. അപേക്ഷ സമർപ്പിക്കുന്ന ജില്ല കോഴിക്കോടാണ്. ബാക്കി അങ്ങോട്ട് നിങ്ങളുടെ ഡീറ്റെയിൽസ് ആണ്. അപേക്ഷകന്റെ പേര്, പിതാവിന്റെ മാതാവിന്റെ പേര്, ജനനതീയതി, ജാതി, അതുപോലുള്ള കാര്യങ്ങളാണ് എഴുതേണ്ടത്. ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ പൂരിപ്പിച്ച് ടൈപ്പ് ചെയ്തോ അല്ലെങ്കിൽ എഴുതിയോ ആണ് അപേക്ഷിക്കേണ്ടത്. അപേക്ഷിക്കേണ്ട അവസാന തീയതി ഓഗസ്റ്റ് 14. അപേക്ഷ അയക്കേണ്ട വിലാസം ജില്ലാ ഓഫീസർ, കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ജില്ലാ ഓഫീസ്, സിവിൽ സ്റ്റേഷൻ, കോഴിക്കോട് 673020. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ജില്ലാ ഓഫീസർ, കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ജില്ലാ ഓഫീസ്, കോഴിക്കോട് എന്ന മേൽവിലാസത്തിൽ അല്ലാതെ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ സെക്രട്ടറിയുടെയോ അഡീഷണൽ സെക്രട്ടറിയുടെയോ റീജിയണൽ ഓഫീസറുടെയോ ഡെപ്യൂട്ടി സെക്രട്ടറിയുടെയോ പേരിൽ അയക്കുന്ന അപേക്ഷകൾ നിരസിക്കുന്നതാണ്. അത് ശ്രദ്ധിക്കുക. കൃത്യമായിട്ടുള്ള അഡ്രസ്സിലേക്ക് തന്നെ അയക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ കോഴിക്കോട് ജില്ലയിലെ വനാതിർത്തിയിലൊക്കെ താമസിക്കുന്ന പുരുഷന്മാരാണെന്നുണ്ടെങ്കിൽ 18 വയസ്സിനും 50 വയസ്സിനും ഇടയിൽ പ്രായമുള്ളവർക്ക് ഇപ്പോൾ ഈ ജോലിക്കായിട്ട് അപേക്ഷിക്കാൻ കഴിയുന്നതാണ്. താല്പര്യമുള്ളവർ അപേക്ഷിക്കുക. കേരള വനം വകുപ്പിന്റെ കീഴിലാണ് ഇപ്പോൾ അപേക്ഷ വിളിച്ചിരിക്കുന്നത്. ഫോറസ്റ്റ് വാച്ചറാണ് തസ്തിക വരുന്നത്. താല്പര്യമുള്ളവർ അപേക്ഷിക്കുക. കാറ്റഗറി നമ്പർ 206/2024. താല്പര്യമുള്ളവർ അപേക്ഷിക്കേണ്ടതാണ്. ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസി അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ നന്ദി.